എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും അല്ലേ, എനിക്ക് ഇന്നൊരാളാവണം അല്ലെങ്കിൽ എനിക്ക് അതേ ആൾ തന്നെ ആവണം എന്നൊക്കെ. നമ്മൾ ആദ്യം മുതൽ ചെറുപ്പകാലം മുതൽ നമുക്ക് ചില ഐക്കൺസ് ഉണ്ടാവും, നമുക്ക് ഇന്ന പോലെ ഒരാളെ തന്നെ ആവണം എന്നുള്ള ഒരു തോന്നൽ. ശരിക്കും അത് ശരിയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമുക്ക് ഒരിക്കലും വേറൊരാളായിട്ട് മാറാൻ പറ്റില്ല. നമ്മളെല്ലാവരും യുണീക്കാണ്. ഓരോ ആൾക്കാർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, നമുക്ക് അവിടെ ആവാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാർ റെഫറൻസ് എടുക്കാം, എനിക്ക് ഇതേപോലെ ചെയ്യണം, എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റണം, അതല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളെ പോലുള്ള ഒരു ലെവലിൽ എത്തണം. നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരാളായിട്ട് തന്നെ മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ അറിയാലോ, ഏറ്റവും കൂടുതലായിട്ട് ചെറുപ്പകാലത്തൊക്കെ ക്രിക്കറ്റ് കണ്ടു വളർന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, എനിക്ക് ഒന്നുകിൽ സുനിൽ ഗവാസ്കർ ആവണം, അല്ലെങ്കിൽ വിവിൻ റിച്ചാർഡ്സ് ആവണം, ഇല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ ആവണം എന്നുള്ളതൊക്കെ. സച്ചിൻ തെണ്ടുൽക്കറിനെ പറഞ്ഞ ഒരു ഇതുണ്ട്, എനിക്ക് സച്ചിൻ തെണ്ടുൽക്കർ ആയാലും മതി എന്ന് പറയുന്ന ഒരു വീഡിയോ. Who is the next Sachin Tendulkar? I don't like comparisons. When I was growing up, I always wanted to be Sachin Tendulkar. I didn't want to be anyone else. Sunil Gavaskar was my batting hero, and so was Vivian Richards. I wanted to bat like them, but I always wanted to be Sachin Tendulkar. നമുക്ക് നമ്മളാവാനേ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും യുണീക്കാണ്. ആ യുണീക്നെസ് വെച്ച് നമുക്ക് നമ്മളോട് ആ യുണീക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറച്ചുകൂടി അവർ ചെയ്യുന്ന പോലെ നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീണ്ടും ആലോചിക്കുക, നമ്മൾ ഒരൊറ്റ പീസാണ്. ട്വിൻസ് ആണെങ്കിൽ പോലും അവർക്കും രണ്ടു പേർക്കും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കാം. വീണ്ടും ഒന്നുകൂടി പറയുന്നു, നമ്മൾ യുണീക്കാണ്. മറ്റുള്ളവരാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുക.